ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ ഗ്രാമസഭയിൽ അനുമോദിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ. ചെറുപുഴ പഞ്ചായത്ത് 1-ാം വാർഡ് കൊല്ലാട ഗ്രാമസഭയിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. അനുമോദന യോഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വളരെ കാലങ്ങളായിട്ട് ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ വികസനം ടൂറിസം മേഖലയിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചെറുപുഴ തേജസ്വിനി പുഴയോടും അതുപോലെ ഏറ്റവും മനോഹരമായ ചെറുപുഴ പഞ്ചായത്തിലെ മറ്റ് പ്രദേശങ്ങളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ടൂറിസം പദ്ധതി വികസിപ്പിക്കാൻ വേണ്ടി 5 കോടി രൂപയാണ് കന്നി ബജറ്റിൽ നമുക്ക് ടോക്കൺ പദ്ധതിയായിട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തേജസ്വിനി പുഴയുടെ കരകളും കെട്ടി സംരക്ഷിക്കാൻ വേണ്ടി മേജർ ഇറിഗേഷൻ വകുപ്പിന്റെ 3 കോടി രൂപയും നമുക്ക് ഈ ബജറ്റിൽ വകയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വിവിധങ്ങളായ റോഡിന് വേണ്ടിയുള്ള പദ്ധതികൾ ചെറുപുഴ കായിക മേഖലയിൽ 50 ലക്ഷം രൂപയോളം നമുക്ക് സ്റ്റേഡിയത്തിൽ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ജമീലപ്പം പ്രദാനം ചെയ്യുന്ന പൊളിയോ ടൗൺ കേന്ദ്രീകരിച്ച് ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് 50 ലക്ഷം രൂപയും അതെല്ലാം ഈ ബജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ ഈ പഞ്ചായത്തിന് വരുന്ന ആളുകളിൽ വലിയ സാധ്യതകളുള്ള അവസരങ്ങളുള്ള പഞ്ചായത്തായിട്ട് മാറുകയാണ്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഹൈമാസ് സൈറ്റിന്റെ കാര്യമാണ്. നമ്മുടെ എംപിക്ക് കഴിഞ്ഞ പ്രാവശ്യം 5 ഹൈമാസ് സൈറ്റ് കൊടുത്ത് പിന്നെ നിരസിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പുതിയ ഭരണസമിതി വന്നപ്പോൾ കൂടുതൽ പ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹൈമാസ് സൈറ്റ് അനുവദിക്കാമെന്ന് 17 ലൈനിന് അപേക്ഷ കൊടുത്തിരുന്നു. പഞ്ചായത്ത് അംഗം മാനുവൽ മാപ്പിളപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ നമ്മൾ വന്ന് ഒപ്പിട്ട് നമ്മുടെ കോറം 130 ഒപ്പ് ആ ബുക്കിനകത്ത് വീഴാതെ പഞ്ചായത്തിൻ്റെ നിന്നും വന്ന എസ് ഇൻസ്പെക്ടർ നമ്മുടെ കോർഡിനേറ്ററാണ്, ഈ വാർഡിൻ്റെ കോർഡിനേറ്ററാണ്, അവരത് സമ്മതിച്ചില്ല. അതിന് എനിക്ക് ഗൗരവം. അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് ഗ്രാമസഭയ്ക്ക് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് മാത്രം. എല്ലാവർക്കും അറിയാവുന്നവർ വന്നതെന്ന് എനിക്കറിയാം. ഇനി നമുക്ക് 4 പേരുണ്ടല്ലോ പറയാൻ. അതുകൊണ്ടാണ് ഞാൻ ആ മെസ്സേജ് ഇട്ടത്. വീട്ടിൽ നിന്ന് ഒരാളല്ല, വോട്ടർ അവകാശമുള്ള എല്ലാവരും ഗ്രാമസഭയിൽ സംബന്ധിക്കാമെന്ന് ഞാൻ മെസ്സേജ് ഇട്ടത്. അതുകൊണ്ടുകൂടി നമ്മുടെ വാർത്തയെപ്പറ്റി പറയുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് എനിക്ക് ഞാൻ എന്നും ഏതെങ്കിലും ഭാഗത്തോടെ യാത്ര ചെയ്യും. ഉന്നത വിജയം കരസ്ഥമാക്കിയ എ ദേവാനന്ദൻ, മെറിൻ ജോബി, എൽവിൻ അബ്രഹാം തോമസ്, കെ അശ്വതി, ഏഞ്ചൽ റോസ്, മാളവിക എസ് നായർ, ഫെബിൻ ഡൈജു എന്നിവരെയാണ് അനുമോദിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു, പഞ്ചായത്ത് അംഗം ജമീല കോളയത്ത്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് അശ്വതി, ആന്റണി പുത്തൻപുരയ്ക്കൽ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. ഗ്രാമസഭ എന്നത് നമ്മുടെ വാർഡിലെ വികസനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്നിവിടെ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നത് സന്തോഷകരമായ ഒരു കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും കൂടി ചേർന്നാൽ മാത്രമേ നമ്മുടെ വാർഡിലെ, അതായത് പഞ്ചായത്തിലേക്ക് വികസനം സാധ്യമാവുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇപ്പോൾ പഞ്ചായത്തിന്റെ വികസന പദ്ധതികളെ കുറിച്ചെല്ലാം ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സംസാരിച്ചു കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് നേരിട്ട് അല്ല പദ്ധതികൾ നടപ്പിലാക്കുന്നത്, സംയുക്ത പഞ്ചായത്തുമായി ചേർന്ന് സംയുക്തമായിട്ടാണ് നടപ്പിലാക്കുന്നത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 7ഓളം പഞ്ചായത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകി പഞ്ചായത്ത് മുഖേനയാണ് നമ്മൾ വാർഡില് വികസനം നടത്തി വരുന്നത്. ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കി ഗ്രാമസഭ അംഗീകരിച്ച് നമ്മുടെ വാർഡുകളിൽ അർഹതപ്പെട്ട ആളുകൾക്ക് ആനുകൂല്യം വിതരണം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഗുണഭോക്തൃ ഗ്രാമസഭ കൂടുന്നത്. നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ
നമ്മുടെ വാർഡ് എല്ലാവർക്കും അറിയാം, കാർഷിക മേഖലയിൽ വളരെ നല്ല രീതിയിൽ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി കർഷകരും അതുപോലെ വനിതകളും ഉൾപ്പെടെയുള്ള ക്ഷീരമേഖലയിലെല്ലാം പ്രവർത്തിക്കുന്ന നിരവധി കുടുംബാംഗങ്ങളുണ്ട്. തീർച്ചയായും അവരുടെ എല്ലാം അപേക്ഷകൾ കഴിഞ്ഞ ദിവസം ഞാൻ വാർഡ് വികസന സമിതി ഇരുന്നപ്പോൾ വെറുതെ സഹായിക്കാമെന്നുള്ള രീതിയിൽ പോയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. വാർഡ് വികസന സമിതി ഇരുന്ന് ആ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനകത്ത് വനിതകളും പ്രായമുള്ളവരും എല്ലാവരും കൂടി നല്ല കൂട്ടായ്മയോടുകൂടി ആ വാർഡ് വികസന സമിതിയുടെ ഗുണബോധ ലിസ്റ്റ് തയ്യാറാക്കുന്നത് കണ്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി. അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ. ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സര ജ്വല്ലറി. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പുത്തൻ BIS 916 സ്വർണ്ണാഭരണങ്ങളും 18 കാരറ്റ് 22 കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. അപ്സര ജ്വല്ലറി, ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ.